എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെന്റ് നാളെ നടക്കും. നാളെ രാവിലെ 11 മണിക്കുള്ളിൽ വിദ്യാർത്ഥികൾ LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ നേരിട്ട് ഹാജരായിട്ടാണ് ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടത്. നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്തവർ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ ഓതറൈസേഷൻ ലെറ്റർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട്, അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അടക്കാനായിട്ടുള്ള ഫീസ്, അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് NOC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ BSc നഴ്സിംഗ് കോഴ്സുകളിൽ ഏതെങ്കിലും നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് കോളേജുകൾ ഒഴികെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ കുറച്ച് കോഴ്സുകളിൽ മാത്രമാണ് ഈ ഒരു വാക്കൻസീസ് ഉള്ളത്. ഏതൊക്കെ കോളേജിലാണ് വാക്കൻസീസ് ഉള്ളത് എന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാക്കൻസി നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3 കോഴ്സുകൾക്ക് മാത്രമാണ് വാക്കൻസി 3 കോഴ്സിന് മാത്രമാണ് വാക്കൻസി കാണുന്നത്. അത് 3 കോഴ്സാണെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് നമുക്ക് ആ ഒരു വാക്കൻസി ലിസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വാക്കൻസി ലിസ്റ്റ് പ്രകാരം 3 അല്ല 2 കോഴ്സുകൾക്കാണ് വാക്കൻസി ഉള്ളത്. അതായത് ഈ ഒരു BSc മെഡിക്കൽ ബയോകെമിസ്ട്രി ആണ്. ഇത് ഏറ്റവും അവസാനം വന്ന ഒരു കോഴ്സ് ആയതുകൊണ്ടാണ് ഇത്രയും വാക്കൻസി കാണിക്കുന്നത്. KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിൽ മുക്കം കോഴിക്കോട് 9 സീറ്റ്, അതുപോലെ തന്നെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിൽ 7 സീറ്റ് ആണ് ഈ ഒരു കോഴ്സിനുള്ളത്. അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി അതായത് BPT കോഴ്സിന് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ വാളയാറിൽ 12 സീറ്റാണ് വാക്കൻസി ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതായത് നാളെയല്ല 23-ാം തീയതിയാണ് ഈ ഒരു അലോട്ട്മെന്റ്. നാളെയാണ് ഈ ഒരു അലോട്ട്മെന്റ് നടത്തുന്നത് LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ചിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു മറ്റന്നാൾ തന്നെ, അതായത് ഡിസംബർ 24-ാം തീയതിക്കുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടണം. അപ്പോൾ 24-ാം തീയതിക്കുള്ളിൽ തന്നെ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് കോഴ്സ് ഫീസ് മുഴുവനായിട്ട് കോളേജിൽ അടക്കേണ്ടി വരും. ടോക്കൺ ഫീ പേയ്മെന്റ് ഇതുവരെ അടക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ടോക്കൺ ഫീ പേയ്മെന്റ് അന്നേ ദിവസം LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെന്ററിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടി വിദ്യാർത്ഥികൾ ഈ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്ത് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു അലോട്ട്മെന്റ് നഷ്ടപ്പെടുക മാത്രമല്ല, നിങ്ങൾ അടച്ച ടോക്കൺ ഫീ പേയ്മെന്റ് പിന്നീട് റീഫണ്ട് നൽകുന്നതും ആയിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് ഈ ഡൗൺലോഡ്സിൽ രണ്ടാമതായിട്ട് തന്നെ ആ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൽ പറഞ്ഞത് പ്രകാരം സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ, അതായത് ഡിസംബർ 23-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഹാജരായി നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കുന്നതല്ല. അതുപോലെ LBS നടത്തിയ മുൻ അലോട്ട്മെന്റുകളുമായി സർക്കാർ കോളേജുകളിൽ ഒഴികെയുള്ള കോളേജുകളിൽ പ്രവേശനം നേടിയ അപേക്ഷകർ 23/12, അതായത് നാളെ നടക്കുന്ന സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ അനുവദിച്ച് കൊണ്ടുള്ള നിരാശാപത്രം, അതായത് NOC നിർബന്ധമായും ഹാജരാക്കണം. ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ LBS വെബ്സൈറ്റിൽ, അതായത് നിലവിൽ ഇപ്പോൾ ആ 2 കോഴ്സാണുള്ളത്, അതായത് ബയോകെമിസ്ട്രി കോഴ്സും അതുപോലെ തന്നെ ഈ ഒരു BPT കോഴ്സുമാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെന്റ് നടത്തുക. റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെന്ററുകളിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത അലോട്ട്മെന്റ് ലഭിക്കുകയും ടോക്കൺ ഫീസ് അടക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ ടോക്കൺ ഫീ പേയ്മെന്റ് തിരിച്ചു നൽകുന്നതല്ല. അതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുക. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ മുൻപ് ഫീസ് അടച്ചിട്ടില്ലാത്തവർ ടോക്കൺ ഫീസായി 25,000 രൂപയും, അതുപോലെ തന്നെ SC ST OEC അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻസ് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ 1000 രൂപയാണ് അപ്പോൾ തന്നെ LBS സെന്റർ മുഖേന ഓൺലൈനായിട്ട് ഫീസ് അടക്കേണ്ടത്. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ അലോട്ട്മെന്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഡിസംബർ 24, അതായത് നാളെ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ മറ്റന്നാൾ തന്നെ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടണം. നിലവിലെ നിർദ്ദേശപ്രകാരം ഡിസംബർ 24-ന് പ്രവേശനത്തിനുള്ള അവസാന തീയതിയായതിനാൽ ഡിസംബർ 24-ന് പ്രവേശനം നേടാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ അപേക്ഷകർ നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ മാത്രം 3-ാമത്തെ പേജിലുള്ള ഓതറൈസേഷൻ ഫോം ഹാജരാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു തിരുവനന്തപുരത്തും അതുപോലെ കൊല്ലം, അടൂർ, ആലപ്പുഴ, അതുപോലെ പാമ്പാടി, ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് ഓതറൈസേഷൻ ലെറ്റർ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേര് എഴുതുക, പിന്നീട് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര് എഴുതുക. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങളുടെ റാങ്ക് എത്രാമതായിട്ടാണ്, അതുപോലെ അത് സ്റ്റേറ്റ് മെറിറ്റിലാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ഇവിടെ ശ്രീ ഓർ ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ആരെയാണ് അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സുമാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കാണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ നിങ്ങളുടെ പേരും അഡ്രസ്സും, അതിനുശേഷം താഴെയായിട്ടത് നെയിം, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ ഓഫീസിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു
ഗസ്റ്റഡ് ഓഫീസറുടെ ആ ഒരു അറ്റസ്റ്റേഷൻ ചെയ്യാനുള്ള ഭാഗമുണ്ട്. നിങ്ങളുടെ ഫോട്ടോയാണ് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കേണ്ടത്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്കൊരു ഫോട്ടോ ഒട്ടിക്കാനായിട്ട്, അത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിക്കാനായിട്ട് രണ്ടാമതായിട്ടൊരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിച്ച് നിങ്ങളതൊന്ന് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. സെൽഫ് അറ്റസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അതായത് ആ ഒരു ഫോട്ടോ ഒട്ടിച്ചതിൻ്റെ ആ ഒരു ഫോട്ടോയുടെ ഡ്രസ്സിലും അതുപോലെ കുറച്ച് പുറത്തും വരുന്ന രീതിയിലായിരിക്കണം ആ ഒരു സിഗ്നേച്ചർ ഇടേണ്ടത്. ഫോട്ടോയുടെ മുഖത്ത് കൊള്ളാനായിട്ട് പാടുള്ളതല്ല. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനുള്ള ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് പ്ലേസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ വീണ്ടും ഇടാനുള്ള ഭാഗമുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അയക്കാം. ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ നിലവിൽ ഏതെങ്കിലും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ NOC സർട്ടിഫിക്കറ്റ്, ജോയിൻ ചെയ്യാത്തവർക്ക് NOCയുടെ ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അന്നേ ദിവസം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള പൈസ എന്നിവയും എടുത്ത് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പോയിട്ട് അതായത് LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് ഹാജരായിട്ട് നിങ്ങൾക്ക് ഡിസംബർ 23 അതായത് നാളെ രാവിലെ 11 മണിക്കുള്ളിൽ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അന്നേ ദിവസം തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഡിസംബർ 24 തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.